നമസ്കാരം, വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പെയിന്റിംഗ് ജോലിക്കിടെ കാൽ തെന്നി വീണ് യുവാവിന് ദാരുണാന്ത്യം. ചെറിയ പരപ്പൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടയിലാണ് തെക്കുമുറി സ്വദേശി കുയിപ്പയിൽ മുഹമ്മദ് സഹീർ മരണപ്പെട്ടത്. വണ്ടൂരിൽ ജനക്ഷേമ പദ്ധതികൾ ചർച്ചയാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അംഗം വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. തിരൂർ വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന വില്ലേജ് ഓഫീസർ ഡിവൈൻ സി ബെനഡിക്കിന് വില്ലേജ് സമിതി യാത്രയയപ്പ് നൽകി. കക്കോടി മൊയ്തീൻകുട്ടി മൊമന്റോ നൽകി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സ്നേഹസംഗമവും തബലിസ്റ്റ് ഗോപാലൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ശബരിമലയിലെ സ്വർണം കാണാതായതിൽ പ്രതിഷേധിച്ച് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. ഏഴൂർ MDPS UP സ്കൂൾ PTയുടെ ആഭിമുഖ്യത്തിൽ മുത്തൂർ കോടോതിപ്പാടത്ത് ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നെൽകൃഷി തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. പെയിന്റിംഗ് ജോലിക്കിടെ കാൽ തെന്നി വീണ് യുവാവിന് ദാരുണാന്ത്യം. ചെറിയ പരപ്പൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടയിലാണ് തെക്കുമുറി സ്വദേശി കുയിപ്പയിൽ മുഹമ്മദ് സഹീർ കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ചെറിയ പരപ്പൂരിലെ സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലിക്കിടയിലാണ് തെക്കുമുറി സ്വദേശി കുയിപ്പയിൽ മുഹമ്മദ് സഹീർ കെട്ടിടത്തിൽ നിന്ന് കാൽ തെന്നി വീണത്. കൂടെ ജോലി ചെയ്തിരുന്നവർ ഇയാളെ ആലത്തിയൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ട ന്യൂസ് തിരൂർ. വണ്ടൂർ പഞ്ചായത്തിൽ 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അംഗം വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം തസ്നിയ ബാബു അധ്യക്ഷയായി. ആർദ്രം, ലൈഫ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുവിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഗുണങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അംഗം വി ജ്യോതി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലായി നവകേരള സദസ്സ് എന്നൊരു പരിപാടി നമ്മളെ കേരള സംസ്ഥാനമാകെ നടന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സർക്കാർ രൂപം കൊടുത്തിട്ടുള്ളത്. നവകേരള സദസ്സിൽ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് സർക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയൊരു പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഈ വികസന സദസ്സും. ഉദ്ഘാടനത്തിന് ശേഷം വീഡിയോ പ്രസന്റേഷനും ഓപ്പൺ ഫോറവും നടന്നു. പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. മെമ്പർമാരായ മോഹനൻ അരിമ്പ്ര, സി സ്വാമിനാഥൻ, ഷൈനി പാറശ്ശേരി, ആയിഷ മാനിരി, വി രുക്മിണി, മൈഥിലി, ഗണേശൻ, ഉഷ വിജയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീഷ്, റിസോഴ്സ് പേഴ്സൺ അസ്മി ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ് നിലമ്പൂർ. തിരൂർ വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന വില്ലേജ് ഓഫീസർ ഡിവൈൻ സി ബെനഡിക്കിന് വില്ലേജ് സമിതി യാത്രയയപ്പ് നൽകി. കക്കോടി മൊയ്തീൻകുട്ടി മൊമന്റോ നൽകി. തിരൂർ വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന വില്ലേജ് ഓഫീസർ ഡിവൈൻ സി ബെനഡിക്കിന് വില്ലേജ് സമിതി യാത്രയയപ്പ് നൽകി. മുനിസിപ്പൽ കൗൺസിലർ അബൂബക്കർ, ഷറഫുദ്ദീൻ തിരൂർ, നാസർ പോറൂർ, ജോണി, അയ്യൂബ് എളക്കാടൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ CP യൂനുസ്, ലിജിമോൾ, അബിൻ കെ സാജൻ,
അനുപമ, ഉഷ എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സ്നേഹസംഗമവും തബ്ലിസ്റ്റ് ഗോപാലൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഷോർട്ട് ഫിലിം സംവിധായകനും ഗാനരചയിതാവുമായ റോഷൻ തലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ സ്നേഹസംഗമവും തബലിസ്റ്റ് ഗോപാലൻ അനുസ്മരണ യോഗവും ഷോർട്ട് ഫിലിം വിധായകനും ഗാനരചയിതാവുമായ റോഷൻ തലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PT ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഈശ്വർ തിരൂർ, നരൻ ചെമ്പൈ, മണികണ്ഠൻ ഇടമല, മുഹമ്മദ് ഹനീഫ, മണി കൈമലശ്ശേരി, സുന്ദർ തിരൂർ, ഫൈസൽ മായിനങ്ങാടി തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്നേഹസംഗമത്തിൽ 50-ലേറെ കലാകാരന്മാർ ഗാനങ്ങൾ ആലപിച്ചു. വെട്ടന്യൂസ് തിരൂർ. ശബരിമലയിലെ സ്വർണം കാണാതായതിൽ പ്രതിഷേധിച്ച് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാപുരത്ത് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പരിപാടി DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാപുരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NT വാസു അധ്യക്ഷത വഹിച്ചു. മുക്കാട്ടിൽ അലിക്കുട്ടി, കൃപാധരൻ, മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ മുല്ലപ്പള്ളി, ബഷീർ പുളിഞ്ചോട്, ദാസൻ വെട്ടം, മുകുന്ദൻ പച്ചാട്ടിരി, സുലൈമാൻ പച്ചാട്ടിരി എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് പരിയാപുരം. ഏഴൂർ MDPS UP സ്കൂൾ PTAയുടെ ആഭിമുഖ്യത്തിൽ മുത്തൂർ കോടോതിപ്പാടത്ത് ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഹരിതസേന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത്. നഗരസഭാ കൃഷി ഓഫീസർ PB അബൂബക്കർ ഞാറ് നട്ട് ഉദ്ഘാടനം ചെയ്തു. പാറപ്പുറത്ത് ഇല്ലത്തുംപറമ്പിൽ സൈനുദ്ദീൻ ആണ് തന്റെ നെൽകൃഷി കൃഷിക്കായി വിട്ടു നൽകിയത്. നഗരസഭാ കൃഷി ഓഫീസർ PB അബൂബക്കർ ഞാറുനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സമീർ പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സീനത്ത് റഹ്മാൻ, C നജുബുദ്ദീൻ, പ്രഥമ അധ്യാപകൻ KK അബ്ദുസലാം, VA ഗഫൂർ, PK ആശ, P നജിയ, T റീഷ്മ, K റഫീഖ്, P അലിക്കുട്ടി, സ്കൂൾ ലീഡർ PP അൽ അമീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും അവിലാക്കി മാറ്റുകയും കുട്ടികൾക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി നൽകുകയും ബാക്കി വന്ന അവിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. വൈക്കോലും അവിലും വിറ്റാൽ ചിലവിന്റെ നല്ലൊരു പങ്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കൺവീനർ P നജിയ പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.